ഗായ്സ്, ഇന്നൊരു കിഡിലൻ മസാല ദോശയുടെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ നോക്കാം. പൊട്ടാറ്റോ, അതായത് ഉരുളൻകിഴങ്ങ് വേവിച്ചത്, ബീട്രൂട്ട് വേവിച്ചത്, അത് ചെറിയ കഷ്ണങ്ങളായിട്ട് ഉപ്പേരിക്ക് അരിഞ്ഞ പോലെ അരിഞ്ഞിട്ട് അത് വേവിച്ചത്, ഉഴുന്നുണ്ട, ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ വേണ്ടത് സവോള ചെറുതായിട്ട് അരിഞ്ഞത്, സ്ക്വയർ ടൈപ്പിൽ അരിഞ്ഞത്, പിന്നെ വേപ്പിൻ്റെ ഇല. ഇത്രയാണ് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. ആദ്യം ഒരു പാന് നല്ല അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടാക്കി അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള കടുക് ഇട്ടിട്ട് നമ്മളതൊന്ന് പൊട്ടിച്ചെടുക്കുക. കടുകെല്ലാം പൊട്ടി വരുന്ന നേരത്ത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഉഴുന്നുണ്ട ഇട്ടിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 2 വറ്റൽമുളക് നമ്മൾ പൊട്ടിച്ചിടുക. ഞാൻ അത് കിച്ചൻസ് വാണ്ടില്ല, അതും കൂടെ ഉണ്ട്. 2 വറ്റൽമുളക് പൊട്ടിച്ചിടുക. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവോള ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ഒരു 4-5 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കുക. ലേശം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മുടെ ഉള്ളിയുടെ ഒരു സെറ്റപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് നന്നായി ഉടച്ച് ഇതേപോലെ നന്നായിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കുക. ലേശം കൂടെ വെള്ളം നമ്മൾ ഒഴിച്ചിട്ട് നന്നായിട്ട് ഒരു കുഴമ്പ് രൂപത്തിലായിട്ടത് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ബീട്രൂട്ട് അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ മസാല ദോശയുടെ മസാല റെഡി ആയിട്ടുണ്ട്. ലേശം മല്ലിച്ചപ്പും കൂടെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മളൊരു വേറൊരു പാൻ വെച്ചിട്ട് ചൂടാക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ ദോശൻ്റെ മാവ് ഒഴിക്കുക. എത്രത്തോളം വലുതാക്കി പരത്താൻ പറ്റുമോ അത്രത്തോളം നന്നായി വലുതാക്കി പരത്തിയെടുക്കുക. നമ്മളൊരു മീഡിയം സൈസിൽ പരത്തി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് മൂടി വെച്ചിട്ട് എടുത്ത് നമ്മുടെ ദോശയുടെ ഒരു വേവായിട്ടുണ്ട്. ഇപ്പം നമ്മളിത് നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള മസാല ഇതൊക്കെ ചേർത്ത് കൊടുക്കുക. ഭയങ്കര നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണം ദോശ, നല്ല മുരിഞ്ഞ് കിട്ടണം. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ മസാല ദോശ
പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കത് കഴിച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ നെക്കാനും മറക്കരുത്.